അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا. ആദരണീയരായ ഖുർആൻ പഠിതാക്കൾ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും, നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ ഇടപെടലുകളിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആന്റെ 18-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 50-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെയായി 49 വചനങ്ങൾ നമ്മൾ ഈ ഒരു അധ്യായത്തിൽ നിന്ന്, സൂറത്തുൽ കഹ്ഫ് എന്ന അധ്യായത്തിൽ നിന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കൂടി കേൾക്കണം എന്ന് നിർദ്ദേശിക്കുകയാണ്. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു ഈ ആയത്ത് മുതൽ മറ്റൊരു വിഷയം അള്ളാഹു നമ്മോട് അറിയിക്കുകയാണ്. ഇതിന്റെ തുടക്കം വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം. വഇദ് ഖുൽനാ, ഖാല യഖൂലു ഖുൽ എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അതിൻ്റെ വേറെ രൂപമാണ് ഖുൽന, നാം പറഞ്ഞു എന്നാണ്. ആ ഖുൽ, ആ നൂന് അള്ളാഹുവിനെ ഉദ്ദേശിക്കുന്നതാണ്. അള്ളാഹു പറയുകയാണ്, നാം പറഞ്ഞു. ഇത് ഖുൽന, ഇത് എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ സന്ദർഭം, ആ സന്ദർഭത്തെ സൂചിപ്പിക്കുന്നതാണ്. ആ പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ്, അഥവാ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. അത് വളരെ സുപ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഖുൽന, നാം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ്. തുടക്കത്തിൽ കാണുന്ന വാവിനെ കുറിച്ച് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. അത് ആ ആയത്തുകൾ പറഞ്ഞു പോരുന്നതിനിടയിലുള്ള ഒരു വാവാണ്. വാവിന് പല അർത്ഥങ്ങളുമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നതാണ്, പല രീതിയിലും വാവ് വരാറുണ്ട്. അപ്പൊ ഇവിടെ വഇദ് ഖുൽന, നാം പറഞ്ഞ സന്ദർഭം വളരെ ശ്രദ്ധേയമാണ്. ലിൽ മലായികത്തി, മലക്കുകളോട്. മലക്ക്, മലായികത്ത്, അതിന്റെ മലക്ക് എന്നുള്ളതിന് ഒരു മലക്ക്, മലായികത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകൾ. ലിൽ മലായികത്ത്, ലാമ് മലക്കുകളോട്. അപ്പൊ മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു, അല്ലെങ്കിൽ ആ പറഞ്ഞ സന്ദർഭം നിങ്ങൾ ശ്രദ്ധിക്കണം, ആ സന്ദർഭത്തെ കുറിച്ച് ഓർക്കണം. ഇസ്ജുദൂ എന്നുള്ളതാണ്. സജദ എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്തു എന്നാണ്. ഇസ്ജുദ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൽപ്പനാരൂപമാണ്. സുജൂദ് ചെയ്യണം എന്നുള്ളൊരു കൽപ്പനയാണ്. ഇവിടെ ഇസ്ജുദൂ എന്നാണ്, ഇവിടെ വാവ് ഉണ്ട്, അവസാനത്തെ വാവ്. അത് വാവ് ജമാ, അതായത് ബഹുവചനമായിട്ട് നിങ്ങൾ എല്ലാവരും സുജൂദ് ചെയ്യണം എന്ന കൽപ്പനയാണ് മലക്കുകളോട് പറയുന്നത്. ലി ആദമ, ആദമ്, ആദമ്, ലി വരുമ്പോ ആദമിന്. ആദം ആരാന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. നമ്മുടെ പൂർവ്വപിതാവ്, ആദ്യത്തെ മനുഷ്യൻ, ആദ്യത്തെ ആദിമ മനുഷ്യൻ, അതാണ് ആദം. ലി ആദം പറഞ്ഞ ആദമിന്. അപ്പൊ ആദമിന്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതാണ് ആദം. ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞ സന്ദർഭം അതാണ്.
അപ്പൊ ഇവിടെ ഈ സുജൂദ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് തക്രീമിന്റെ അല്ലെങ്കിൽ താലീമിന്റെ, അതായത് ബഹുമാനത്തിന്റെ, ആദരവിന്റെ ഒക്കെ സുജൂദാണ്. അതേതായാലും മുസ്ലിങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമല്ല. സുജൂദ് അത് ബഹുമാനത്തിന്റെ അതല്ലെങ്കിൽ ആദരവിന്റെ സുജൂദായിരുന്നു എന്നുള്ളത്. കാരണം സുജൂദ് ഒരിക്കലും ആരാധനയുടെ സുജൂദ്, അത് അള്ളാഹുവിന് മാത്രമാണ് നിർവഹിക്കേണ്ടത്. ഇവിടെ മലക്കുകൾക്ക് പോലും ആരാധനയുടെ സുജൂദല്ല, അള്ളാഹു കൽപ്പിച്ചത് കൊണ്ട് മലക്കുകൾ സുജൂദ് ചെയ്തു. അത് ആദരവിന്റെ സുജൂദാണ്. ഇതിൽ നിന്ന് മനുഷ്യന് മനസ്സിലാക്കേണ്ടത്, മലക്കുകൾ പോലും മനുഷ്യന് ആദരവിന്റെ സുജൂദ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അള്ളാഹു നമുക്ക് ഈ ആശയം പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ, നമുക്കറിയാം, നമിച്ചിരിക്കുന്നു എന്നൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. നമ്മുടെ വാട്സപ്പ്, സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ്. പലപ്പോഴും ചില ആളുകളൊക്കെ പല നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കുമ്പോൾ നമ്മൾ നമിച്ചിരിക്കുന്നു എന്ന് പറയാറുണ്ട് അല്ലേ? അവിടെ ഒരു ആരാധനയുടെ വിഷയമല്ല, അവിടെ ആ ഒരു പ്രയോഗം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ മനുഷ്യൻ എന്ന ഈ ഒരു പ്രൊഡക്റ്റ്, അള്ളാഹുവിന്റെ പ്രൊഡക്റ്റ്, അള്ളാഹുവിന്റെ സൃഷ്ടി, അത് എത്രമാത്രം പെർഫെക്റ്റ് ആണ്. മലക്കുകൾ പോലും സുജൂദ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ന് ഈ മനുഷ്യൻ മദ്യപിക്കുന്ന, അതേപോലെ തന്നെ വ്യഭിചരിക്കുന്ന, പലിശ വാങ്ങുന്ന, സ്ത്രീധനം വാങ്ങുന്ന, എന്തൊക്കെ അക്രമങ്ങളിൽ പ്രവർത്തിക്കുന്ന, അനീതി ചെയ്യുന്ന, മനുഷ്യരെ കൊല്ലുന്ന, കുട്ടികളെ കൊല്ലുന്ന, യാതൊരുവിധ അച്ചടക്ക ബോധവുമില്ലാതെ താന്തോന്നികളായി ജീവിക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, മദ്യപിച്ച് റോഡിന്റെ റോഡിന്റെ ഒരു ഭാഗത്ത് കിടന്നുകൊണ്ട് ഛർദിച്ച് ആ ഭാഗം പോലും വാസന കൊണ്ട് വൃത്തികേടാക്കുന്ന, ഛർദിക്കുകയും ഒന്നും രണ്ടും ചെയ്തുകൊണ്ട് മലമൂത്ര വിസർജനം പോലും ചെയ്ത് പട്ടികൾ വന്നുകൊണ്ട് അവന്റെ ആ മുഖം പോലും നക്കിത്തുടക്കുന്ന രീതിയിലുള്ള മഹാവൃത്തികേട് ചെയ്യുന്ന മനുഷ്യ, നിന്റെ പിതാവിന്, മനുഷ്യകുലത്തിന്റെ പിതാവിന് സുജൂദ് ചെയ്തിട്ടുണ്ട്. മലക്കുകൾ. ആരാണ് മലക്കുകൾ? മലക്കുകൾ ഒരു തെറ്റും ചെയ്യാത്ത ആ സൃഷ്ടികളാണ് മലക്കുകൾ. മലക്കുകൾ, മാലാഖമാരെ കുറിച്ചൊന്നും മതങ്ങളുടെ ഇടയിൽ തന്നെ അഭിപ്രായമില്ല. മാലാഖമാർ തെറ്റ് ചെയ്യുകയില്ല എന്നുള്ളതാണ് മതങ്ങളുടെ ഇടയിൽ. അത് ഇസ്ലാമിന്റെ മാത്രം ഒരു കാഴ്ചപ്പാടല്ല. എല്ലാ മതവിശ്വാസികളും വിശ്വസിക്കുന്നതാണ് മാലാഖ എന്നുള്ളത്. അത് മലക്ക് എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതൊക്കെ വേറൊരു വിഷയം. പക്ഷെ അവരുദ്ദേശിക്കുന്നത് മലക്കാണ്, അതായത് തെറ്റുകളൊന്നും ചെയ്യാത്ത ആളുകൾ എന്നുള്ളതാണ്. ആ മലക്കുകൾ, ആ മാലാഖമാർ മനുഷ്യന്റെ മുന്നിൽ മനുഷ്യനെ നമിച്ചിരിക്കുന്നു, പ്രണമിച്ചിരിക്കുന്നു. മനുഷ്യ, നീ ഉത്തമൻ തന്നെയാണ്. അതാണ് 2-ാമത്തെ അധ്യായത്തില് മലക്കുകൾ പറയുന്നുണ്ട്. മലക്കുകൾ പറയുന്നുണ്ടല്ലേ, വൈദ് ഖാല റബ്ബുക ലിൽ മലായികത്തി, ഞാനിതാ ഇങ്ങനെ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ മലക്കുകൾക്ക് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മനുഷ്യൻ എന്ന പ്രൊഡക്റ്റ്, ഞാൻ സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യൻ എന്ന സൃഷ്ടി എത്രമാത്രം മഹത്തരമുള്ളതാണ്, മഹത്തായ സൃഷ്ടിയാണ് എന്ന് മലക്കുകൾ കണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാ പറഞ്ഞത് സുജൂദ് ചെയ്യുവിൻ. 34-ാമത്തെ 2-ാമത്തെ അധ്യായത്തിലെ 34-ാമത്തെ വചനത്തിൽ ഇതേ കാര്യം ആവർത്തിക്കുകയാണ്. വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദം. അവിടെ അത് കാണിച്ചു കൊടുക്കുക, എന്താണ് ഈ സൃഷ്ടിയുടെ മഹത്വം എന്നുള്ളത്. എന്നിട്ട് ആ മലക്കുകൾ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോരുത്തരും, ഇത് കേൾക്കാത്ത ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. മനുഷ്യ, നീ നിന്റെ ഭാര്യയെ അടിക്കരുത്, സ്ത്രീകളോട് പറയാൻ നിന്റെ ഭർത്താവിനെ ഉപദ്രവിക്കരുത്, മക്കളോട് പറയാൻ നിന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കണം, മദ്യപിക്കുന്ന മനുഷ്യനോട് പറയണം, മനുഷ്യ, നിന്റെ
പൂർവപിതാവിന്, മനുഷ്യകുലത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? സുജൂദ് ചെയ്തിട്ടുണ്ട്. മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന്. കളവ് പറയുന്നവർ, വഞ്ചന നടത്തുന്നവർ, എന്തൊക്കെ തോന്നിയാസനങ്ങൾ ചെയ്യുന്നുണ്ടോ അവരോട് മുഴുവനും പറയണം, ഇതാ നിങ്ങൾക്ക് മുമ്പിൽ മലക്കുകൾ പോലും നമിച്ചിരിക്കുന്നു. അത്രമാത്രം പൊട്ടൻഷ്യലുള്ള, അത്രമാത്രം പെർഫെക്റ്റായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. ആ ഭാഗം നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഫസജദു ഇല്ലാ ഇബ്ലീസ്. ഫസജദു, സജദു എന്ന്, സജദ എന്നുള്ളതിന്റെ അതേ രൂപം ഇവിടെ ഇസ്ജുദു എന്ന് കൽപ്പനാ രൂപത്തിൽ പറഞ്ഞു ആദ്യം. ഇവിടെ സജദു എന്ന് പറഞ്ഞാൽ അവർ സുജൂദ് ചെയ്തു എന്നാണ്. നേരത്തെ പറഞ്ഞത് കൽപ്പനാ രൂപത്തിൽ. ഫ എന്ന് പറഞ്ഞ അപ്പോൾ ചെയ്യാൻ പറഞ്ഞു, ഫ അപ്പോൾ സജദു സുജൂദ് ചെയ്തു അവരെല്ലാവരും. അതാണ് അവിടെയും വാവുണ്ട്, എല്ലാവരും. ഫസജദു അവരെല്ലാവരും സുജൂദ് ചെയ്തു, ഇല്ല ഇബ്ലീസ ഇബ്ലീസ് ഒഴികെ. വിശുദ്ധ ഖുർആനിൽ ഈ കാര്യം പരാമർശിക്കപ്പെട്ട ധാരാളം അധ്യായങ്ങളുണ്ട്. ധാരാളം അധ്യായങ്ങളിൽ മലക്കുകൾ ആദമിന് സുജൂദ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അവിടെ മുഴുവനും അള്ളാഹു ഇബ്ലീസിനെ പറയുന്നുണ്ട്, ഈ ഇബ്ലീസ് ഒഴികെ എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടോ, ഇബ്ലീസ് എങ്ങനെ അവിടെ വന്നത് എന്ന്? നമുക്ക് മനസ്സിലാക്കാനുള്ള, മനുഷ്യനേക്കാൾ മുമ്പുള്ള ഒരു സൃഷ്ടിയാണ് ഇബ്ലീസ് അഥവാ ശൈത്വാൻ. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയതിനെ പിശാജ് എന്ന്, ഷൈത്വാൻ എന്ന് പല രീതിയിൽ അത് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. പിശാജ് എന്ന് നമ്മൾ അതിന് വേറെ പറയും. അപ്പോ ആദ്യത്തെ ഈ ഷൈത്വാൻ അത് മനുഷ്യന് മുമ്പുള്ള ഒരു സൃഷ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് ഇബ്ലീസിനോടും കൂടിയാണ് എന്ന് ആണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ അള്ളാഹു എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് തോന്നിയാൽ അത് അള്ളാഹുവിന്റെ ഇഷ്ടമാണ്, നമുക്കതിന് ചോദ്യം ചെയ്യാൻ പറ്റുകയില്ല. അള്ളാഹുവിന്റെ ഒരു ഇഷ്ടമാണ്, അല്ലെങ്കിൽ അള്ളാഹു ഈ ഒരു വാക്യം കൊണ്ട് എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം. ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വൈദ് ഖുൽനാലിൽ മലായികത്തി വ ഇബ്ലീസ ഉസ്ജുദ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലെ? അവിടെ ഇബ്ലീസിനെ ഇവിടെ കൊടുന്നിട്ടാ മതി, മലക്കുകളോടും ഇബ്ലീസിനോടും സുജൂദ് ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ പ്രയോഗങ്ങൾ മുഴുവനും ഇങ്ങനെയാണ്. എങ്ങനെ? വൈദ് ഖുൽനാലിൽ മലായികത്തി ഉസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ. രണ്ടാമത്തെ അധ്യായത്തിൽ വൈദ് ഖുൽനാലിൽ മലായികത്തി ഉസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ. അതേപോലെ തന്നെ അതേപോലെ തന്നെ സൂറത്തുൽ അറാഫ് 7-ാമത്തെ അധ്യായത്തിലും അങ്ങനെ തന്നെ പറയുന്നു. 7-ാമത്തെ അധ്യായത്തില് പറയുന്നു, വലഖദ് ഖലഖനാകും സുമ്മ സവ്വർനാകും സുമ്മ ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ. അപ്പൊ ഇവിടെയൊക്കെ മലക്കുകളോടും ഇബ്ലീസിനോടും എന്ന് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ സുജൂദ് ചെയ്യാത്തത് ഇബ്ലീസ് മാത്രമാണ് എന്നാണ് പറയുന്നത്. അതങ്ങനെയാണ് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇബ്ലീസിനോടും കൂടി, അഥവാ ശൈത്താനായ ആ ഇബ്ലീസിനോടും കൂടിയാണ് പറഞ്ഞത് നിങ്ങൾ സുജൂദ് ചെയ്യണം എന്ന്. അതുകൊണ്ടാണ് ഇല്ല ഇബ്ലീസ എന്ന് പറഞ്ഞത്. അതല്ലാതെ ഇബ്ലീസ് അവിടെ ഒരു ഭാഗത്ത് മാറി നിൽക്കായിരുന്നു, അപ്പൊ ഇബ്ലീസ് കേട്ടതല്ല. ഇബ്ലീസിനോടും കൂടിയുള്ള ശൈത്താനോടും കൂടിയുള്ള ഇബ്ലീസിനോടും കൂടിയുള്ള ഒരു പ്രസ്താവനയാണ്, അല്ലെങ്കിൽ ഒരു കൽപ്പനയായിരുന്നു ഇത് എന്നുള്ളത് കൊണ്ടാണ് ഇബ്ലീസ് ഒഴികെ ചെയ്തു എന്ന് പറയുന്നത്. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇനി ഇബ്ലീസ് ആരാണ് എന്നാണ് അടുത്ത വാചകത്തിൽ പറയുന്നത്. കാന മിനൽ ജിന്നി, കാന ആയിരുന്നു, മിനൽ ജിന്നി ജിന്നുവർഗത്തിൽ പെട്ടവനായിരുന്നു അവൻ. ഈ സംശയവും പല ആളുകൾക്കും ഉള്ളതാണ്. ഇവിടെ മലക്കുകളോടുകൂടി ഇബ്ലീസിനെ പറയുമ്പോൾ ഇബ്ലീസ് എന്നുള്ളത് അത് വേറെയാണ്, പിശാജ് വേറെയാണ്, ശൈത്താൻ വേറെയാണ് എന്നൊക്കെ പല തെറ്റിദ്ധാരണകളും മനുഷ്യർക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിലുമുണ്ട്. കാരണം ഇത് പഠിക്കുന്നില്ല.
ഓതിപ്പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ പഠിക്കാത്തത് കൊണ്ട് വരുന്നതാണ്. മലക്കുകൾ എന്നോട് തന്നെ മുമ്പൊരാൾ തർക്കിച്ചൊരു വിഷയം എനിക്കറിയാവുന്നതാണ്. കാരണം അദ്ദേഹം കുറച്ചൊക്കെ ഒരു മതപ്രവർത്തനം നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിന് പോലും ഇബ്ലീസ് ഈ ശൈത്വാനാണ് അല്ലെങ്കിൽ ഈ ജിന്നുവർഗത്തിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോ ഇത് അങ്ങനെ ഇബ്ലീസ് എല്ലായിടത്തും പറയുന്നത് ഇബ്ലീസ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇബ്ലീസ് മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ വേറൊന്നായിരുന്നു എന്നൊക്കെ ചിന്തിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ കൃത്യമായി മനസ്സിലാക്കുക, 18-ാമത്തെ അധ്യായത്തിലെ 50-ാമത്തെ വചനത്തിൽ ഇബ്ലീസ് ആരാണ്, ഏത് സൃഷ്ടിവർഗത്തിൽപ്പെട്ടതാണ് എന്ന് അള്ളാഹു നമുക്ക് കൃത്യമായി വിവരിച്ചു തരുന്നു. അതാണ് കാന മിനൽ ജിന്നി, അവൻ ജിന്നുവർഗത്തിൽപ്പെട്ടവനായിരുന്നു. അതാണ് ജിന്നുവർഗത്തിൽപ്പെട്ടവനായിരുന്നു. അപ്പോൾ മനുഷ്യന് മുമ്പുള്ള സൃഷ്ടി, മനുഷ്യനെ സൃഷ്ടിച്ചത് എന്താണ്, മണ്ണിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ജിന്നിനെ സൃഷ്ടിച്ചത് തീജ്വാലയിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. ഹദീസിലും അങ്ങനെ തന്നെയാണ്. ഹദീസിലും ഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ 55-ാമത്തെ അധ്യായത്തിൽ 55-ാമത്തെ അധ്യായത്തിലെ സൂറത്തുർ റഹ്മാന്റെ 15-ാമത്തെ വചനത്തിലും ഇതേ ആശയമാണ് പറയുന്നത്. ഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ എന്ന് പറയുന്നത്. അപ്പോ അതൊരു മറ്റൊരു സൃഷ്ടി തന്നെയാണ് ജിന്ന് വർഗം എന്നുള്ളത്. അപ്പോ ഈ ജിന്നുവർഗത്തിലെ നേതാവ് അല്ലെങ്കിൽ ശൈത്വാന്റെ നേതാവാണ് ഇബ്ലീസ്. പിശാചുക്കളുടെ നേതാവ് അല്ലെങ്കിൽ ആദ്യത്തെ സൃഷ്ടി ഇബ്ലീസ്, പിശാചിന്റെ ആദ്യത്തെ സൃഷ്ടി എന്ന് നമുക്കതിനെ ആ ആശയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ഇത് ജിന്നുവർഗത്തിൽപ്പെട്ടതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കണ്ണുകൾക്ക് പ്രാപിക്കാൻ കഴിയാത്ത ഒരു സൃഷ്ടിയാണ്. മലക്കുകളെ പോലെ തന്നെ മലക്കിനെ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. ഹദീസിലും അങ്ങനെ തന്നെയാണ്. ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ, അത് പ്രകാശത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് പ്രാപിക്കാൻ, അവന്റെ കണ്ണുകൾക്ക് പ്രാപിക്കാൻ കഴിയുകയില്ല. ജിന്നിനെയും മനുഷ്യന്റെ കണ്ണുകൾക്ക് പ്രാപിക്കാൻ കഴിയാത്ത ഒരു സൃഷ്ടിയാണ്. അത് ജിന്ന് വർഗത്തിൽപ്പെട്ട മനുഷ്യകുലം അല്ലെങ്കിൽ മനുഷ്യവർഗം എന്നുള്ളൊരു വർഗമുണ്ട്, ജിന്ന് വർഗം എന്നുള്ളൊരു വർഗമുണ്ട്, മലക്കുകൾ എന്നുള്ളൊരു വർഗമുണ്ട്. മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാത്ത ധാരാളം സൃഷ്ടികൾ നമുക്കറിയാം, അല്ലെ? പലപ്പോഴും അത് നമ്മൾ സയന്റിഫിക് ആയിട്ട് തെളിയിക്കലാണ്, അതല്ലെങ്കിൽ മറ്റ് ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ കണ്ടെത്തലാണ്. അപ്പോ കണ്ണുകൾ കൊണ്ട് കണ്ടാലേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയാൻ പറ്റുകയില്ല. കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തത് ഉണ്ടായിരിക്കാം. അത് വിശുദ്ധ ഖുർആനിൽ ഇതൊരു സൃഷ്ടിയായി പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. കണ്ണുകൾ കൊണ്ട് കണ്ടാൽ മാത്രമേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. മാത്രമല്ല, ഇബ്ലീസിനെ അല്ലെങ്കിൽ ശൈത്താനെ കുറിച്ചൊക്കെ ധാരാളം തെറ്റിദ്ധാരണകൾ ഉണ്ട്. എന്താണ്? അതൊരു മനുഷ്യൻ തന്നെയാണ്. മനുഷ്യവർഗത്തിലെ പരിഷ്കാരമില്ലാത്ത കാടന്മാരായ ആളുകളെ കുറിച്ചുള്ള ഒരു പ്രയോഗമാണ്. പിശാചി എന്നൊന്നില്ല, ശൈത്താനി എന്നൊരു വർഗം തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് പൂർണ്ണമായും ശൈത്താനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അത് ഇതിനൊക്കെ എതിരാണ്, ഈ പറഞ്ഞതിനൊക്കെ. അങ്ങനെയാണ് ഇവിടെ എങ്ങനെ സുജൂദ് ചെയ്യുക, ഇബ്ലീസ് സുജൂദ് ചെയ്യൂ എന്നൊക്കെ പറയുന്നൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞ് തള്ളേണ്ടി വരും. ഇതൊക്കെ കൃത്യമാണ്. ഇത്രമാത്രം ആയത്തുകളിൽ ഒരേ കാര്യം ആവർത്തിച്ച് പറയുമ്പോൾ, മലക്കുകൾ സുജൂദ് ചെയ്തു ഇല്ല ഇബ്ലീസ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സൃഷ്ടി തന്നെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ മലക്കുകളും ആലങ്കാരികമാണ്, അല്ലെങ്കിൽ മലക്കുകൾ എന്നൊരു സംവിധാനം ഇല്ല എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത സൃഷ്ടിയാണ്. അത് അള്ളാഹു തന്നെ പറയുന്നുണ്ട്. 7-ാമത്തെ അധ്യായത്തില് 27-ാമത്തെ വചനത്തില് ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. ശരിക്കും കൊണ്ട് മനസ്സിലാക്കുക. നമ്മൾ ഒരു യാതൊരുവിധ ആശയക്കുഴപ്പവും ഈ കാര്യത്തിലില്ല.
നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തണം, കാണണം എന്ന് വാശി പിടിക്കുക എന്നല്ലാതെ ഇതിലൊരു ആശയക്കുഴപ്പം ഇല്ല. വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് യാതൊരുവിധ ആശയക്കുഴപ്പവും ആ കാര്യത്തിലില്ല. ഇന്നഹു, നിശ്ചയമായും അവൻ, ആര്? പിശാച്, ശൈത്വാൻ, യറാക്കും, നിങ്ങളെ കാണുന്നു, ഹുവ, അവനും, വ ഖബീലുഹു, അവന്റെ ഖബീല്, ഗോത്രങ്ങള്, അവന്റെ ആൾക്കാര്, മിൻ ഹൈസു, ഏത് വിധേനെ, ലാ തറൗനഹും, തറൗനഹും, നിങ്ങൾ അങ്ങോട്ട് കാണാത്ത വിധേന. നിങ്ങൾ അങ്ങോട്ട് കാണുകയില്ല, പക്ഷേ പിശാചിന്, ശൈത്വാന്, ഇബ്ലീസിന്, അവന്റെ വർഗത്തിന് നിങ്ങളെ കാണാം. അങ്ങനെയാണ് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അള്ളാഹു അത് നിശ്ചയിച്ചിരിക്കുന്നത്. അള്ളാഹു എന്തെല്ലാം സൃഷ്ടികള് നമ്മളെ കണ്ണിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ വൈറസ് ഇപ്പൊ അടുത്ത കാലത്ത് നമുക്കറിയാലോ, 70,10,681 ആളുകളെയാണ് എന്ത് ചെയ്തത്, ഔദ്യോഗികമായി ഒഫീഷ്യൽ കണക്കിട്ടോ ഈ ഒരു വൈറസ് കൊന്നത്. കോവിഡ് എന്ന ഒരു വൈറസ്, COVID-19, ഇത് 70 ലക്ഷത്തോളം ഒഫീഷ്യൽ കണക്ക്. അപ്പൊ ഏകദേശം 1 കോടി ഉണ്ടാവും അല്ലെ? എല്ലാ കണക്കും, എല്ലാ മരണക്കണക്കും അതിൽ ചെല്ലൂലല്ലോ. ഇത്രയും ആളുകളെ കൊന്നത് നമ്മൾ കാണാത്തൊരു സാധനം. തെളിയിക്കും. എങ്ങനെ തെളിയിക്കുക? സയന്റിഫിക്കായി തെളിയിക്കാം. ഓക്കെ, ശരി. എന്തിനാ അള്ളാഹ് അത് മറച്ചു വെച്ചത്? നമുക്ക് കാണുകയാണെങ്കിൽ എത്ര സുഖമായിരുന്നു. അതാ വരണേ കോവിഡ്, അതാ വരണേ ഓടിക്കഴിച്ചിലായിക്കൂടായിരുന്ന. നമ്മൾ കാണുന്നില്ല. എന്തിനാ പടച്ചോൻ ഇത് വെച്ചത്? പലപ്പോഴും ആളുകളുടെ ഇടയിൽ സംസാരം എന്താണെന്നറിയാം, എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ശൈത്വാനെ, ഇബിലീസിനെ കയറൂരി വിട്ടത്? അതുകൊണ്ടല്ല ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അല്ലെങ്കിൽ ഇബിലീസ് എന്നൊരു സൃഷ്ടി എന്തിനാ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ചർച്ചക്ക് നമ്മൾ തയ്യാറാകാറുണ്ട് പലപ്പോഴും. പല രീതിയിലുള്ള അള്ളാഹിനെ കുറിച്ച് അല്ലെങ്കിൽ പറയുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു സഞ്ചാരി, വളരെ ഒരു ലോകം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സഞ്ചാരി അല്ലെ, അറിയപ്പെടുന്ന ഒരാളേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ആളെ പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അയാൾ ലോകം മുഴുവൻ സഞ്ചരിച്ചു. എന്നിട്ട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് മതനിഷേധം ഇങ്ങനെ പറയൽ തുടങ്ങി. അള്ളാഹ്ക്ക് എന്തിനാ കഴിയുക? പിന്നെ അങ്ങനെ കഴിയുമെങ്കിൽ ഇങ്ങനെ ആയിരുന്നല്ലോ. ഒരു കുഴൽക്കിണറിൽ വീണ ഒരു കുട്ടി പിന്നെ മനുഷ്യന്മാരെ രക്ഷപ്പെടുത്തേണ്ടി വന്നല്ലോ. എന്തിനാ ചെറിയ കുട്ടിയെ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് ഈ കുഴൽക്കിണറിന്റെ ഉള്ളിൽ നിന്നിട്ട് മനുഷ്യന്മാർ, അപ്പൊ ആ സന്ദർഭത്തിലൊന്നും ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യന്മാർക്ക് എന്താ പണി? ഇത്രമാത്രം ബാലിശമായ ചിന്തകൾ എങ്ങനെ മനുഷ്യന് വരുന്നു? ഇപ്പൊ യാത്രയൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും യാത്ര ചെയ്യുമ്പോൾ ദൈവവിശ്വാസം കൂടുകയാണ് വേണ്ടത്. അങ്ങനെയാണ് അതിന്റെ ഒരു കണക്കുള്ളത്. കാരണം എന്താണ്? ലോകം ഇങ്ങനെ കാണുകയാണല്ലോ. സീറൂഫില്ലാർന്ന് കണ്ടിട്ടില്ലേ? അതായത് ലോകം സഞ്ചരിക്കുമ്പോ നമ്മൾക്ക് ഈ ഇത്രമാത്രം വിശാലമായ ലോകം, ഇത്രമാത്രം വൈജാത്യങ്ങള്, മനുഷ്യ സൃഷ്ടികള്, ജന്തുജാലങ്ങള്, എന്തെല്ലാം പ്രകൃതിയിലുള്ള ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ദൈവവിശ്വാസം കൂടുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ദൈവം എന്തുകൊണ്ട് കോയൽക്കിണറിൽ ഇറങ്ങിയിട്ട് കുട്ടീനെ രക്ഷിക്കണില്ല? ഇത്രമാത്രം അപകടങ്ങൾ ഉണ്ടാവുമ്പോ, ഇത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോ ദൈവം ഇടപെടണില്ല. മനുഷ്യനെന്താ പണി? ഇനി എത്രമാത്രം ബാലിശമാണ് നിങ്ങൾ ആലോചിച്ചോ. വിഡ്ഢിത്തരമാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ. അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഈ ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, അതായത് ചെയ്ത് കുറെ കാര്യങ്ങൾ അയാൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി കുറെ അത്തരത്തിലുള്ള നോളജുകൾ ആളുകൾക്ക് അയാൾ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നോക്കൂ നിങ്ങൾ, എത്രമാത്രം ബാലിശമാണ് ഈ ഒരു വാദം. അള്ളാഹ് ഈ പറഞ്ഞ കോയൽക്കിണറിലെ കുട്ടിനെ രക്ഷപ്പെടുത്തുക, ഒരാളെ കൊല്ലാൻ പോവാണ്, അപ്പൊ അത് തടയുക. അതേപോലെ തന്നെ പെട്രോൾ ഒഴിച്ച് പ്രണയിച്ച പെണ്ണ് അടുത്തുണ്ടായതല്ല, പ്രണയിച്ച ഒരു പെണ്ണ് അതിൽ നിന്ന് പിന്മാറിയപ്പോ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് എന്ത് ചെയ്തു? ഓനും ആത്മഹത്യ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക? പെട്രോൾ ഒഴിക്കാൻ അയക്കരുത്, തടയുക. ഈ പോലീസിനൊക്കെ എന്താ പണി? എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ? അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ ഇവിടെ, ഒരു പ്രശ്നവുമില്ല. ദൈവം ഇടപെടുന്ന ഒരു പ്രശ്നവുമില്ല, ആർക്കും ഒരു പ്രശ്നവുമില്ല. എല്ലാ പ്രശ്നങ്ങളും ഭരിച്ച് എനിക്ക് കുറച്ച് പൈസ വേണം, പഠിച്ചോ അങ്ങനെ ദൈവം ഇങ്ങനെ കൊണ്ടുവന്ന് ഞാനൊരു സ്ഥലത്തേക്ക് വീഴാൻ പോവാണ്, അപ്പൊ ദൈവം ഇങ്ങനെ തടഞ്ഞു. എന്റെ വണ്ടി മുട്ടാൻ പോവാണ്, അപ്പൊ ഡ്രൈവ് ചെയ്താൽ നമ്മൾ ബ്രേക്ക് ഔട്ടേണ്ട ആവശ്യമില്ലല്ലോ. ആ ദൈവം ബ്രേക്ക് ഔട്ടിക്കോളൂ.
പിന്നെന്താ ഇത്രമാത്രം വിഡ്ഢിത്തരമായ ഒരു കാര്യം പറയാൻ എങ്ങനെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ള ചോദ്യമാണ്. എന്തിനാണ് ഇബ്ലീസിനെ കയറൂരി വിട്ടത്? എന്തിനാണ് ആ സൃഷ്ടി? നോക്കൂ, നിങ്ങൾ എത്രമാത്രം ബാലിശമാണെന്ന് അറിയാൻ ഈ ഒരു കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. കാര്യം അഥവാ ഈ ഒരു വൈറസിന്റെ കാര്യം 70 ലക്ഷം ആളുകളെ കൊന്നു എന്ന് ഒഫീഷ്യലായിട്ട് പറയുന്ന ഈ സാധനത്തിനുണ്ടല്ലോ, നമ്മളെ കയ്യിന്റെ ഒരു കൈപ്പിടി ഉണ്ടല്ലോ, ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുവോ? അത്ര ഉണ്ടാവൂല. അത്രയും നിസ്സാരമായ സാധനമാണ് ഈ കോവിഡ് എന്ന ഒരു മനുഷ്യനോട് കൊല്ലുകയാണ്. നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ട് നമ്മളെ ബാധിച്ച നമ്മളെ കൊല്ലുകയാണ് ഈ സാധനം. നമ്മൾ കാണുന്നില്ല. അതിന് കാണുന്ന രീതിയിലാക്കി കൂടെയായിരുന്നു. മനുഷ്യനെന്താ പണി? മനുഷ്യൻ ഇതൊക്കെ കണ്ടെത്തണ്ടേ? മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുന്നത് അള്ളാഹു ചില പരീക്ഷണങ്ങൾ വെച്ചിട്ടുണ്ട്, ചില പരിശോധനകൾ വെച്ചിട്ടുണ്ട്. ആ പരിശോധനകളിലും പരീക്ഷണങ്ങളിലും നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്നത് സ്വർഗമാണ്. അതങ്ങോട്ട് വിശ്വസിക്കണം. അത് ഇവിടെ തന്നെ. അപ്പൊ പറയും ഇവിടെ തന്നെ എന്താ സ്വർഗമില്ല, ഇവിടെ തന്നെ നരകാക്കി കൂടെ ആക്കിക്കൂടെ, അല്ലെങ്കിൽ ഇവിടെ തന്നെ സ്വർഗാക്കി കൂടെ. അതിനെ പിന്നേക്ക് വെച്ച് അതിനുള്ള മറുപടി ഇതൊക്കെ തന്നെയാണ്. പടച്ച പല കാര്യങ്ങളും, ദൈവം പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാലോ, ഈ രീതിയിലുള്ള വൈറസുകളൊക്കെ നമുക്ക് കാണുന്ന രീതിയിലാക്കിയാൽ മതിയായിരുന്നു. വൈറസിന്റെ സ്ഥിതി കണ്ടിട്ടില്ലേ? വൈറസ് ഇപ്പോ നമുക്ക് ഏറ്റവും ഭീകരമായ വൈറസ് ആയിരുന്നു പിന്നെ നിപ വൈറസ്. നിപ വൈറസ് വവ്വാലുകൾ വഹിച്ചിങ്ങനെ കൊണ്ടുപോവുകയാണ്. വവ്വാലിന്റെ ശരീരത്തിൽ അതിനൊന്നും പറ്റുന്നില്ല. മനുഷ്യ ശരീരത്തിലേക്ക് വന്നാൽ മനുഷ്യ കോശങ്ങളിൽ അത് സജീവമാകും. വവ്വാലിന്റെ ശരീരത്തിൽ അത് നിർജീവമാണ്. ഇതെന്ത് സ്ഥിതി? അള്ളാഹ് അതിലുകൊണ്ട് ആ വൈറസ് വവ്വാലിലുണ്ടാക്കിയിട്ട് ആ വവ്വാലാണ് ചത്തുപോയിക്കൂടെ? വവ്വാൽ എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധവിമാനത്തിൽ കണ്ടല്ലേ ആറ്റം ബോംബൊക്കെ കൊണ്ടിങ്ങനെ നടക്കണേ. അതായത് കുറെ മിസൈല് കൊണ്ടുപോയി നടക്കണ ഒരു വിമാനം പോലെ ഈ വവ്വാല്. അതിലിങ്ങനെ അടിയിൽ മുഴുവനും വൈറസുകളാണ് നിപ വൈറസ്. അത് മനുഷ്യ ശരീരത്തിലേക്കാണ് എവിടെയെങ്കിലും കൊണ്ട് എങ്ങനെയെങ്കിലും ആണ് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് സജീവമാകുന്നു ആ വൈറസ്. മനുഷ്യൻ കാണുന്നുണ്ടോ? കാണുന്നില്ല. കണ്ടാ സുഖല്ലായിരുന്നു ഓടിക്കേശിലാണ്. പിന്നെ അതിനത് അങ്ങനെ നമുക്കത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ഒരു പൊടി പോലും ഇപ്പൊ നമ്മളിങ്ങനെ കാണുന്ന നമ്മളെ മുന്നിലൊന്നുമില്ല, പൊടികളൊന്നുമില്ല. പക്ഷെ ഒരു സ്ഥലത്ത് നമ്മൾ തുടക്കാതെ കുറച്ചു നേരം ഇങ്ങനെ വെച്ചാൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 4-5 ദിവസം ഒരു സ്ഥലത്ത് തുടക്കണില്ലാന്ന് കൂട്ടുക, അവിടെ പൊടികൾ ഇങ്ങനെ കാണാം. അപ്പൊ ആ പൊടി എങ്ങനെ വന്ന് അത്രയും ചെറിയ പൊടികളുണ്ട്. ഇനി വലിയ ഇത്ര പൊടികള് നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മൾക്ക് കണ്ണിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ടോൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇന്ന സാധനങ്ങൾ കണ്ടാ മതി എന്ന്. അതിനപ്പുറത്തേക്ക് കണ്ടാൽ നമുക്ക് നടക്കാൻ പറ്റുമോ? ഈ എന്തെല്ലാം വൈറസുകൾ, എന്തെല്ലാം പൊടിപടലങ്ങൾ, എന്തെല്ലാം സംഗതി ഈ ഭൂമിയിലുണ്ട് നമ്മൾ കാണുന്നില്ല. നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. കാണുകയാണെങ്കിലോ എന്തായിരിക്കും സ്ഥിതി? നമുക്ക് നടക്കാൻ പറ്റൂല. ഇനി പിശാചിനെ കാണുക എന്ന് കൂട്ടുക. ശൈത്താനെ കാണാത്ത ഉള്ളപ്പോ വലിയ വിഷയം, കണ്ടാ പ്രശ്നം ചേരുന്നുള്ള മനുഷ്യത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യരിലെ ദുഷിച്ച വിഭാഗം, പരിഷ്കാരമില്ലാത്ത ആ ഒരു വിഭാഗം, കാടന്മാരായ അല്ലെങ്കിൽ ദുർവൃത്തി ചെയ്യുന്ന, അതല്ലെങ്കിൽ കുട്ടികളെ കൊല്ലുന്ന, ഏറ്റവും നിഷ്ഠൂരമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ പിശാച് കൊണ്ട് അല്ലെങ്കിൽ ശൈത്താനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണല്ലോ നമ്മൾ ചില ആളുകൾ പറയുന്നത്. അപ്പൊ കണ്ടാ പ്രശ്നം തീർന്നു നിന്നാ. അപ്പൊ ഇവര് പിശാചിനെ കാണുക എന്ന് കൂട്ടാൻ പറ്റും. അപ്പൊ നല്ല സുഖമായാലും അതാ പറഞ്ഞു പിശാച്, അത് പറഞ്ഞു പോ മാറിക്ക. അങ്ങനെ എങ്ങനെ ഉണ്ടാവും? അപ്പൊ അത് പരീക്ഷണത്തിൽ പെടും. നമുക്ക് പിശാചിനെ കാണുകയല്ലേ, നേരെ പിശാചിനെ കണ്ടാൽ തന്നെ ചില ആൾക്കാർ കൂട്ടിപ്പിടിക്കും. കാരണം പിശാചിന് അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ. ഇപ്പൊ കാണാത്തത് കൊണ്ട് തന്നെ നമ്മളെ പിഴപ്പിക്കണം. കാണാത്തത് കൊണ്ട് തന്നെ നമ്മളെ പിഴപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും അപകടകരമായ ശിർക്ക് പോലും നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നു മനുഷ്യ ലോകത്തിനെ കൊണ്ട്. അല്ലെ? മനുഷ്യന്മാര് ഇപ്പൊ ലോകത്തെല്ലാ മതവിശ്വാസികളും പ്രയാസപ്പെടുന്ന ഒറ്റ രംഗലുള്ളൂ. അതേതാ രംഗം? ശിർക്കിന്റെ വിഷയമാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല, മറ്റുള്ളവരെയും ആരാധിക്കാം.
എന്നുള്ളതാണല്ലോ. ആ വിഷയത്തിൽ പോലും കാണാത്ത, നമ്മൾ കാണുന്നില്ല പിശാചിനെ, ആ കാണാത്ത രീതിയിൽ ഈ ഇബ്ലീസിനെ, പിശാചിനെ, ശൈത്വാനെ ആക്കിയിട്ട് പോലും നമ്മൾ അതിൽ പെട്ടുപോകുന്നു. പിന്നെ നേരക്ക് നേരെയാണ് ഈ ശൈത്താൻ വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിനും കൂട്ടിപ്പിടിക്കൂലേ, എല്ലാ കാര്യം മറ്റൊന്ന് പോയി തല്ല്, നമ്മളെ കൂടെ ഒരു ശൈത്താണ്ടല്ലോ, ഹദീസിൽ കാണാൻ കഴിയും. നമ്മളെ കൂടെ ഒരു ശൈത്താനുണ്ട്. ശൈത്താൻ എന്ന് മാത്രമല്ല, നമ്മളെ കൂടെ മലക്കുകളുണ്ട്, ഹഫ്ലത്തിന്റെ മലക്കുകൾ ഉണ്ടല്ലോ. 13-ാമത്തെ അധ്യായത്തില് 13-ാമത്തെ അധ്യായത്തിൽ സൂറത്തുൽ റഅദ്, അതില് 11-ാമത്തെ വചനം ഒന്ന് പരിശോധിച്ചു നോക്കും. നമ്മുടെ കൂടെ മലക്കുകളുണ്ട്, നമ്മളെ ഹഫ്ലത്തിന്റെ മലക്ക്, സംരക്ഷിക്കുന്ന മലക്കുകളുണ്ട് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഹദീസുകളിലും അതുള്ളതാണ്. അതേപോലെ ശൈത്താൻ നമ്മളോടൊപ്പം തന്നെ മലക്കുകളുണ്ട്, എഴുതുന്ന മലക്കുകൾ വേറുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ മലക്കുകൾ എഴുതപ്പെടാതെ നമ്മൾ ഒരു വാക്ക് പോലും ഉച്ചരിക്കുകയില്ല. പറയുന്നതാകട്ടെ പ്രവർത്തിക്കുന്നതാകട്ടെ അവർ രേഖപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അത് റെക്കോർഡഡ് ആണ്. അത് നമ്മുടെ CCTV-യേക്കാൾ എഫിഷ്യൻസിയായി, കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു സാധനം. അതങ്ങനെ അവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ വിശ്വസിച്ചോ ഇല്ലേ എന്നുള്ളത്, അത് നടന്നുകൊണ്ട്, അത് അള്ളാഹു ഏർപ്പാടാക്കിയ ഒരു സംഗതിയാണ്. അത് ആ പ്രോസസ്സ് അതങ്ങനെ നടന്നു. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ, നമ്മൾ വിശ്വസിച്ചിട്ടല്ല നമ്മുടെ ഹൃദയം അങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കിഡ്നി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ വിശ്വസിച്ചിട്ടല്ല. അതവിടെ പ്രവർത്തിച്ചോളും. അത് പ്രോസസ്, അത് അതിന്റെ നടപടിക്രമമാണ്. അള്ളാഹുവിന്റെ നടപടിക്രമം അങ്ങനെ നടന്നു. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. അപ്പോ പറഞ്ഞു കൊണ്ടുവരുന്നത് പിശാചിനെ, ശൈത്വാനെ കാണാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കാണുന്നില്ല എന്നും നമുക്ക് ചിന്തിക്കാലോ. അതിനാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ഉദാഹരണങ്ങൾ. ഈ വൈറസുകളെ മുഴുവനും നമ്മൾ കാണുകയായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കും എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. കാണുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക ഈ പറയുന്ന രീതിയിൽ? അപ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തത് പലതും ഉണ്ട്. അത് അള്ളാഹു വെച്ചത്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്, കാര്യക്ഷമമായ സൃഷ്ടിപ്പാണ്. അതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആയത്തുകളൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. കൃത്യമാണ്, പെർഫെക്റ്റായ രീതിയിലാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുള്ളത്. എന്തൊക്കെ കാണണം, എന്തൊക്കെ കണ്ടുകൂടാ, എത്രമാത്രം നമ്മുടെ കണ്ണുകൾക്ക് ശക്തി വേണം എന്നൊക്കെ നമുക്ക് അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ അതാണ് ഈ പറയുന്നത്, മലക്കുകളോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ സുജൂദ് ചെയ്യുവിൻ ലി ആദമ, ആദമിനെ. ഫസജദൂ, അപ്പോൾ സുജൂദ് ചെയ്തു, ഇല്ല ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ, കാന മിനൽ ജിന്നി, അവൻ ജിന്നുവർഗത്തിൽ പെട്ടവനായിരുന്നു. ഫഫസഖ അൻ അംരി റബ്ബിഹി, ഫഫസഖ, ഫസഖ് ഫിസ്ഖ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ധിക്കരിക്ക, ധിക്കാരം, തോന്യാസം, തെമ്മാടിത്തരത്തിനൊക്കെ പറഞ്ഞാണ് ഫാസിഖ് ഫിസ്ഖ്. അതായത് അപ്പോൾ ഫസഖ, അവൻ ധിക്കരിച്ചു, അൻ അംരി, അംറ് കൽപ്പന, അൻ അംരി കൽപ്പനയെ, റബ്ബി രക്ഷിതാ, റബ്ബിഹി അവന്റെ രക്ഷിതാവിന്റെ. അപ്പോ പിശാചിന്റെ, ഇബ്ലീസിന്റെയും ശൈത്വാന്റെയും രക്ഷിതാവാണ് അള്ളാഹു. അപ്പോ അവന്റെ, അതാണ് റബ്ബിഹി, അവന്റെ രക്ഷിതാവിന്റെ കൽപ്പനയെ അവൻ ധിക്കരിക്കുകയും ചെയ്തു. അങ്ങനെ ധിക്കരിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോ ഈ ആയത്തിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി അതും കൂടി വിശദീകരിക്കാൻ നിന്നാൽ ഒരുപാട് സമയം വരും. അതുകൊണ്ട് 2 ഭാഗങ്ങളായിട്ട് ഈ ആയത്ത് നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.